ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് MEP കോർഡിനേറ്ററുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ MEP മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് കോർഡിനേറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ദി ഇൻ്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് മെക്കാനിക്കൽ. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു MEP കോർഡിനേറ്ററിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റവും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ സിസ്റ്റവും കോർഡിനേറ്റ് ചെയ്ത് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു എൻഡ് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. കീ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ആൻഡ് ഇൻ്റർപ്രറ്റ് ഡ്രോയിങ്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. MEP ഡ്രോയിങ്സ് കണ്ടിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം സൈറ്റിൽ എന്താ വർക്ക് നടക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ. പിന്നെ MEP സിസ്റ്റം ഇൻസ്റ്റാളേഷൻ വിത്ത് അതർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി. MEP സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യണം വേറുള്ളവരായിട്ട്. പിന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം. ഡിസൈൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ കൊടുക്കണം. പ്രൊജക്ട് മാനേജറായിട്ടൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഈ റോൾസ് എന്നാണ് റോൾസ് ഫോർ എഫക്റ്റീവ് കോർഡിനേഷൻ. അതായത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ വേണം. പ്രൊജക്റ്റ് ടൈം ലൈനിനുള്ളിൽ ഒരു ഡിലേ ഇല്ലാതെ എല്ലാ MEP ഇൻസ്റ്റാളേഷനും നടന്നിരിക്കണം. റെഗുലർ സൈറ്റ് ഇൻസ്പെക്ഷൻ ആവശ്യമുണ്ട് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്. പിന്നെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. അതൊക്കെ നല്ല റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിലോ എന്തൊക്കെയാണ് ഇതിന് വേണ്ട സ്കിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സിസ്റ്റം. ഈ 3 സിസ്റ്റത്തിനെ കുറിച്ച് നല്ല ധാരണ വേണം. നല്ല പ്രോബ്ലംസ് എന്തെങ്കിലും പ്രശ്നം വന്നത് സോൾവ് ചെയ്യാനുള്ളൊരു നല്ല സ്കില്ല് വേണം. പിന്നെ ഡ്രോയിങ് നോക്കണം. ഇതൊക്കെ തന്നെ. കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ MEP കോർഡിനേറ്ററുടെ റോൾ ക്രൂഷ്യലാണ്. കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ, പ്രൊജക്റ്റുകളിൽ അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരെയും കോർഡിനേറ്റ് ചെയ്ത് ആ പ്രൊജക്റ്റ് കൃത്യമായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ വേണ്ടി